നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ കണക്ക് വരുമ്പോൾ ഈ പ്രതിശീർഷ വരുമാനം ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണക്ക് പൊതുവിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ആ കണക്കിൽ പറയുന്ന ഒരു 5% ആളുകളെ, അതിസമ്പന്നരായവരെ മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യത്തിൻ്റെയും പുറകിലായിരിക്കും. അപ്പോൾ ഈ അതിസമ്പന്നർ വാരിക്കൂട്ടിയ വലിയ തോതിലുള്ള സമ്പത്തുണ്ട്. അതിൻ്റെ കൂടി ഓഹരി വെക്കുമ്പോഴാണ് നമ്മൾ പുരോഗതി ഉണ്ടെന്ന് കാണിക്കുന്നത്. യഥാർത്ഥ പുരോഗതി ജനങ്ങളിൽ മഹാഭൂരിഭാഗത്തിനുമില്ല. അവർ കൂടുതൽ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുകയാണ്. ഈ പറയുന്ന സമ്പന്നർ കൂടുതൽ കൂടുതൽ സമ്പന്നരായി മാറും. ഇത് നമ്മുടെ രാജ്യം അംഗീകരിച്ച നയത്തിൻ്റെ ഭാഗമായുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ ദാരിദ്ര്യം മൂർച്ഛിച്ചു നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ കേരളം പല കാര്യങ്ങളിലും ബദൽ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുന്നില്ലേ? എന്താണ് ഈ ബദൽ? ഈ പറയുന്ന ദാരിദ്ര്യമടക്കമുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളെടുത്താൽ അതൊക്കെ ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായുള്ള നമ്മുടെ രാജ്യം അംഗീകരിച്ച നവ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ്. ആ നവ ഉദാരവൽക്കരണ നയം ഇപ്പോൾ അതിരൂക്ഷമായ രീതിയിലാണ് ഇപ്പോഴുള്ള കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത്. നേരത്തെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റും ഇത് തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ കാണേണ്ട ഒരു വ്യത്യാസം, ഈ നയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റും ഇപ്പോൾ അധികാരത്തിലുള്ള ഗവൺമെൻറ്റും എല്ലാം ഒരേ നയമാണ്. അവർ തമ്മിൽ വ്യത്യാസമില്ല. ഇപ്പോൾ 2011-16 കാലം നമ്മുടെ കേരളം ഇതേ നയമാണ് അംഗീകരിച്ചിരുന്നത്. അന്ന് ആ 2011-16 കാലത്ത് 2 ഗവൺമെൻറ്റുകളാണ് കേന്ദ്രത്തിലുണ്ടായത്. ഒന്ന് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, അതിന് ശേഷം വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റുകളും, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആയാലും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആയാലും നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ആ കാലയളവിലുണ്ടായ ഗവൺമെൻറ് ആയാലും, ഇവർ 3 ആളും ഒരേ നയമാണ് അംഗീകരിച്ചത്. ആ നയത്തിൻ്റെ കെടുതിയായിരുന്നു നമ്മൾ അനുഭവിച്ചത്. ആ കെടുതിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, എന്തൊക്കെയാണ് അതെല്ലാവർക്കും 8.5 വർഷം മുമ്പ് ഉള്ളത് കൊണ്ട് ഓർമ്മയുണ്ടാവുമല്ലോ. എല്ലാ മേഖലയും തകർന്നു പോയ ഒരവസ്ഥയുണ്ടായി. ആളുകൾ ശപിച്ച് കഴിയുന്ന നിലയുണ്ടായി. ഒരു തരത്തിലും ഇവിടെ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാവില്ല എന്ന കടുത്ത നിരാശയിലേക്ക് ആളുകൾ തള്ളിവിടപ്പെട്ട അവസ്ഥയുണ്ടായി. തകരാത്ത ഒരു മേഖലയും ഇല്ലായിരുന്നു. ഇത്തരം നയങ്ങളല്ല 2016 ശേഷം കേരളത്തിൽ അധികാരത്തിലുള്ള LDF ഗവൺമെൻറ് നടപ്പാക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ബദൽ നയമാണ്. ആ ബദൽ നയം ഈ ദാരിദ്ര്യ കാര്യത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് മാത്രം പറയാം. മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പം നിങ്ങളെ വേദി ഉപയോഗിച്ച് ഞാൻ പോകുന്നില്ല. ദാരിദ്ര്യം എല്ലായിടങ്ങളിലും വലിയ തോതിലാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. പൊതുവിതരണം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായാണ്. അതിൻ്റെ ഭാഗമായി വലിയ ഇടപെടൽ നാട്ടിലെ വിലക്കയറ്റമൊക്കെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്.
അതിൻ്റെ ഗുണം നമുക്ക് പൊതുവിൽ അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അതിദരിദ്രർ എന്ന ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നത് നാം കണക്കാക്കി. കൃത്യമായി കണക്കെടുത്തപ്പോൾ അവർ 64,006 കുടുംബങ്ങളാണ് ഈ കഴിഞ്ഞ 2 വർഷം മുൻപ്, ഇപ്പോൾ 3-ാമത്തെ വർഷം. അങ്ങനെയൊരു കണക്കെടുത്തപ്പോൾ അന്നത്തെ കണക്കിൽ 0.7%അത് വരിക. വളരെ നിസ്സാരമായൊരു ഒന്നാണ്. ഏത് ഗവൺമെൻറ്റിനും വേണമെങ്കിൽ അവഗണിക്കാം. പക്ഷേ നമ്മൾ അത് അവഗണിക്കാനല്ല നിന്നത്. അത് എങ്ങനെ ഈ പറയുന്ന അതിദരിദ്ര വിഭാഗത്തെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ പറ്റും, അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുത്തത്. അതിനായി മുഴുവൻ അതിദരിദ്ര കുടുംബങ്ങളുടെയും പട്ടിക തയ്യാറായി. അതിൻ്റെ ഭാഗമായി വരുന്ന ക്ലേശ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്കാക്കുന്നതിനുണ്ട്. അത് പരിഹരിച്ചാൽ ഇവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കുക. ഇപ്പോൾ 2 വർഷം പിന്നിട്ട് നല്ല പുരോഗതിയാണ്. നേരത്തെ തന്നെ 3 വർഷം മുൻപ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു, 3 വർഷം കൊണ്ട്, അതായത് 2025 നവംബർ 1 കേരളം അതിദരിദ്രമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുമെന്ന്. ഇപ്പോൾ ആ നിലക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2025 നവംബർ 1 ആകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രമില്ലാത്ത ഏക സംസ്ഥാനം അത് കേരളമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. ഇതാണ് ബദൽ. ഈ രീതിയിലാണ് ബദൽ നയങ്ങൾ നടപ്പാക്കുന്നത്. മറ്റു മേഖലകളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എല്ലാ മേഖലയും നിങ്ങൾക്കും ഏറെക്കുറെ അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ ഒരു ഭാഗത്ത് നടക്കുന്നു.